ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ സൈന്യത്തിനും ഇസ്രായേൽ ഭരണകൂടത്തിനും സമാനതകളില്ലാത്ത തിരിച്ചടികൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസുമായുള്ള യുദ്ധപ്രഖ്യാപനത്തിന് ശേഷം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നേടാൻ കഴിയാതെ സ്വന്തം രാജ്യത്ത് നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഗതികേടിലെത്തിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കുടപിടിക്കുന്ന തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകൾക്കും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ട IDF എന്ന ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനുമൊക്കെ ഹമാസ് എണ്ണി തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് ഒരു വെടിനിർത്തലിലേക്ക് പോലും പോകാൻ ഹമാസ് സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. ഇടനിലയ്ക്ക് നിന്നിരുന്ന രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും അടക്കം അമേരിക്ക ഉൾപ്പെടെ അതിനെ സ്വാഗതം ചെയ്തിരുന്നു. അങ്ങനെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ തിരികൾ തെളിയുന്ന ഒരു സമയമായി എന്ന് ലോകം വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഹമാസിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു. എന്ന് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന്റെ പ്രതിനിധികൾ, നയതന്ത്ര പ്രതിനിധികൾ ഹമാസിന്റെ ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈജിപ്തിന്റെയും ഖത്തറിന്റെയും വെടിനിർത്തൽ ഉടമ്പടി അതിന് പച്ചക്കൊടി വീശിയിരുന്നുവെങ്കിൽ നെതന്യാഹുവിന്റെ പിടിവാശി കാരണം അവർ അതിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ ആ നിലപാടിൽ നിന്ന് ഇസ്രായേൽ മൊത്തത്തിൽ പിന്നോട്ട് പോയി. അതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായി റഫയിലേക്ക് കടുത്ത ആക്രമണം അഴിച്ചുവിടുന്ന നിലയിലേക്ക് IDF നീങ്ങിയപ്പോൾ ഹമാസ് സർവശക്തിയും എടുത്ത് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒരുപക്ഷെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഒരു ദിവസം ഉണ്ടാകുന്ന അതിശക്തമായ തിരിച്ചടികൾക്ക് ലോകം സാക്ഷിയായ നിമിഷങ്ങളാണ് കടന്നുപോയത്. മെയ് 15-ാം തീയതി മുതൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടിയാണ് റഫയിൽ അവിടുത്തെ ജബലിയ ക്യാമ്പിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന് നേരെ. 12 സൈനികരെ ഒറ്റ ദിവസം കൊന്നുതള്ളുന്ന നിലയിലേക്ക് ഹമാസിന്റെ ആളുകൾ മാറുന്നു, അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾ മാറുന്നു. എന്ന് മാത്രമല്ല, പണ്ടത്തേതിൽ നിന്ന് വിഭിന്നമായി ഒരു ദിവസം 2 മണിക്കൂർ ഇടവിട്ട് ഒരാക്രമണം എന്ന നിലയിൽ, അതായത് ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ഇസ്രായേലിന്റെ സൈന്യത്തിന് നേരെ പല ഭാഗങ്ങളിൽ നിന്ന് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുക എന്ന സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ സൈന്യത്തിന് വിചാരിച്ചതുപോലെ റഫയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതിനുള്ള കാരണം അമേരിക്ക ഉൾപ്പെടെ ആ നീക്കത്തിന് പരസ്യമായി എതിർപ്പ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക സേനയെ റഫയിലേക്ക് ഉടൻ അയക്കണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. സ്പെയിനും ബെൽജിയവും ഒക്കെ അടങ്ങുന്ന പല രാജ്യങ്ങളും പലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കണം എന്ന നിലപാടുമായി രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ പല ഭാഗത്തു നിന്നും സമ്മർദ്ദം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതോടൊപ്പം ഇസ്രായേലിന്റെ തെരുവുകൾ നിന്ന് കത്തുകയാണ്. ഇസ്രായേലിന്റെ തെരുവുകൾ നിന്ന് കത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ ശക്തമായ പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത്രയും സൈനികർ ഒറ്റ ദിവസം മരിച്ചു എന്ന വാർത്ത ഇസ്രായേലിലെ ജനങ്ങളെ ഞെട്ടിപ്പിക്കുകയാണ്. കാരണം 7-8 മാസമായി ഈ യുദ്ധം തുടർന്നിട്ടും ഹമാസിനെ തീർക്കാനോ ഈ ബന്ദികളെ വീണ്ടെടുക്കാനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കേരളത്തിലൊക്കെയുള്ള പല വർഗീയ വിഷജീവികളായിട്ടുള്ള ആളുകൾ അവർ കമന്റ് ബോക്സിലും അല്ലാതെയും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ പറയുന്നത് പലസ്തീനികൾ കൂട്ടത്തോടെ മരിക്കേണ്ടവരാണ്, ഇനിയും അവർ മരിക്കട്ടെ എന്നൊക്കെയാണ്. പക്ഷേ ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഈ നെറികെട്ട നീക്കങ്ങൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പൈശാചികത, ക്രൂരത അംഗീകരിക്കുന്നില്ല എന്ന സത്യം ലോകം തിരിച്ചറിയുന്നു. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ എണ്ണിയാലൊടുങ്ങാത്ത ജനങ്ങൾ ഇങ്ങനെ ജനസാഗരമായി വന്നുകൊണ്ട് പ്രതിഷേധങ്ങൾ, സമരങ്ങൾ തുടരുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചിത്രമൊട്ടിച്ച ബാനറിൽ ക്രൈം കുറ്റവാളിയായ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന്റെ മിനിസ്റ്റർ എന്ന് എഴുതിയ ബാനറുകളും അത് പിടിച്ചുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരും ഇസ്രായേലിന്റെ തെരുവുകളിലൂടെ നടക്കുകയാണ്. ഇസ്രായേൽ സൈനികരെ കൊലയ്ക്കു കൊടുക്കുകയാണ് നെതന്യാഹു. ഇസ്രായേലിന്റെ സമാധാനം കളയുകയാണ് നെതന്യാഹു. പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് പൈശാചിക ചിന്താഗതിക്കാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നു. സ്വന്തം താല്പര്യത്തിന് വേണ്ടി ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങളെ കൊന്നു തള്ളുന്ന അതിക്രൂരനായ ഒരു ഭരണാധികാരി എന്ന നിലയിലാണ് നെതന്യാഹു ഇപ്പോൾ വാഴ്ത്തപ്പെടുന്നത്. സ്വന്തം രാജ്യത്താണെന്ന് ഓർക്കണം. മറുവശത്ത് IDF-ന് നേരെ വലിയ തിരിച്ചടി റഫേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു ആക്രമണം എന്ന നിലയിലേക്ക്
ആക്രമണത്തിന്റെ തോത് കനക്കുകയാണ്. അതേസമയം തന്നെ മറ്റു സംഘടനകൾ, ഹമാസ് അല്ലാതെ മറ്റ് 2 സംഘടനകൾ, അൽ ഖുദ്സ് ബ്രിഗേഡ് അടക്കമുള്ള സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണം വേറെയും ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേലിന്റെ മെർക്കാവ ടാങ്കുകൾ, റഫയിലേക്ക് കൊണ്ടുവന്ന മെർക്കാവ ടാങ്കുകൾ, അതുപോലെ തന്നെ ഏറ്റവും ആധുനികമെന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന അവരുടെ M19 ബുൾഡോസറുകൾ, അതുപോലെ തന്നെ റഫയിൽ ഇറങ്ങിയ കരസേനാംഗങ്ങൾ, അവരുടെ റൂട്ട് മാർച്ച്, അതിനൊക്കെ നേരെ പല ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. മെയ് 15 മുതലാണ് ഹമാസ് ശക്തമായ ആക്രമണം, ഏതാണ്ട് കഴിഞ്ഞ 48 മണിക്കൂറിലേറെയായി റഫയിലും ജബലിയ ക്യാമ്പിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന് നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തിരിച്ചടികൾ പല ഭാഗത്തു നിന്ന് ഹമാസും അതുപോലെ മറ്റു സംഘടനകളും നൽകുകയാണ് എന്നാണ് CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. ജബലിയ ക്യാമ്പിന്റെ കിഴക്ക് ഇസ്രായേൽ സൈന്യത്തിനുള്ളിലേക്ക് ഹമാസിന്റെ അംഗങ്ങൾ നുഴഞ്ഞു കയറി എന്നും പറയുന്നുണ്ട്. ഹമാസിന്റെ അൽഖസാം ബ്രിഗേഡിന്റെ ഒരു അവകാശവാദമായിട്ടാണ് അത് പുറത്തു വന്നത്. അതായത് സൈനിക വ്യൂഹത്തിന് നേരെ നുഴഞ്ഞു കയറി ആക്രമണം നടത്തുന്ന വിധത്തിലേക്ക് ഹമാസ് അവരുടെ ആക്രമണ രീതി മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു സൈനിക വാഹനം സംഭവ സ്ഥലത്തെത്തിയപ്പോൾ ആ സൈനിക വാഹനത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു ഹമാസ് എന്നും വ്യക്തമായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ജബാലിയ ക്യാമ്പിന് കിഴക്കുള്ള ഇസ്രായേലിന്റെ ക്യാമ്പിലേക്കുള്ള വൈദ്യുതി ലൈൻ വിച്ഛേദിക്കുകയും ചെയ്തിരിക്കുന്നു അൽഖസാം ബ്രിഗേഡ്. അതുപോലെ സൈനികർക്ക് വേണ്ട ഭക്ഷണവുമായി അല്ലെങ്കിൽ യുദ്ധ ഉപകരണങ്ങളുമായി വരുന്ന വാഹനങ്ങൾ തകർക്കുക, വൈദ്യുത ലൈൻ തകർക്കുക, അങ്ങനെ അവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറുക, അങ്ങനെയൊക്കെ വലിയ തോതിലുള്ള തിരിച്ചടികൾ അല്ലെങ്കിൽ ഇസ്രായേൽ സൈനിക ക്യാമ്പുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഹമാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ അർത്ഥം ഹമാസിനെ ഇപ്പോഴും തളയ്ക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആളുകളെ കൊല്ലാൻ കഴിയുന്നു എന്നതിനപ്പുറത്തേക്ക് എന്നത്തെയും പോലെ ഹമാസിനെ പൂർണ്ണമായും തളയ്ക്കുക, ബന്ദികളെ തിരിച്ചെടുക്കുക എന്ന കാര്യങ്ങളിലേക്ക് എത്താൻ ഇസ്രായേലിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് 15 ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന ഈ റഫയിലേക്ക് ഒരു വലിയ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിട്ടത്. പക്ഷേ അതും ഇപ്പോൾ പാളുകയാണ്. 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു ആക്രമണം എന്ന നിലയിൽ ഹമാസ് തിരിച്ചടിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യവും പിന്നോട്ട് പോകുന്ന സാഹചര്യം പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനുള്ള പ്രഹരങ്ങൾ കൂടി വരികയാണ്. ഇസ്രായേലിനുള്ളിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അമേരിക്ക കൈവിടുന്നു. ഐക്യരാഷ്ട്ര സംഘടന പ്രത്യേക സേനയെ അയക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. കൂടുതൽ ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം. അങ്ങനെ ഒരു യുദ്ധം നിമിത്തം ഇസ്രായേൽ ലോകശക്തിയാകാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒന്നുമല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തോൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.